മുസ്ലിമിൻ لقيام رجل في الصف في سبيل الله ساعة أفضل من عبادة 60 سنة. ഈ ഹദീസ് കേൾക്കുമ്പോൾ വിഖായ വളണ്ടിയർമാരെ കുറിച്ചൊക്കെ പറഞ്ഞതാണോ എന്നൊക്കെ തോന്നിപ്പോകും. ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾ മുൻകാലങ്ങളിൽ യോദ്ധാക്കളായിരുന്നു. പക്ഷേ മൊത്തത്തിൽ അള്ളാഹുവിന് പൊരുത്തമുള്ള വഴിയിൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയിൽ വ്യാപൃതരായി 1 മണിക്കൂർ നമ്മൾ നിന്നാൽ لقيام رجل في الصف في سبيل الله عز وجل ساعة أفضل من عبادة 60 سنة. അല്ലാഹു അസ്സ വജല്ലക്ക് വേണ്ടി, പടച്ച തമ്പുരാന് വേണ്ടി 1 മണിക്കൂർ നേരം പടച്ചവന്റെ വഴിയിൽ നിൽക്കാൻ ഒരു ചെറുപ്പക്കാരന്, ഒരു പുരുഷന്, ഒരു മനുഷ്യന്, ഒരു പെണ്ണിന് സാധ്യമായിട്ടുണ്ടെങ്കിൽ സേവനം ചെയ്തുകൊണ്ട്, സേവനത്തിലായി, ഖിദ്മത്തിലായി, പടച്ചവന് വേണ്ട അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് നന്മ ചെയ്യാൻ, പടച്ചവന്റെ സൃഷ്ടികൾക്ക് സേവനം ചെയ്യാൻ 1 മണിക്കൂർ നേരം നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ 60 വർഷം ഇബാദത്ത് ചെയ്തതിനേക്കാളും പ്രതിഫലം 1 മണിക്കൂർ നേരത്തിന് അല്ലാഹു നൽകുമത്രേ. ആലോചിച്ച് നോക്കൂ. ദീനിന് സേവനം ചെയ്യുന്ന ലോകത്ത് ഒരുപാടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വലിയ 100ാം വാർഷിക മഹാസമ്മേളനം നടന്നു അല്ലേ? എത്ര ആയിരക്കണക്കിന് വളണ്ടിയർമാർ വെയിൽ കൊണ്ട് തളർന്ന് ഉറങ്ങിയിട്ടില്ല അവര് ആഴ്ചകളോളം. അലൈഹി ഫൈസുസ്താദ് ഇവിടെ സൂചിപ്പിച്ചു, അത് ഓരോ മണിക്കൂറിനും 60 വർഷത്തെ ഇബാദത്തിന്റെ കൂലിയാണ്. അപ്പോൾ എത്ര വലിയ കൂലിയുമായിട്ടാണ് അവർ മടങ്ങി. ഭക്ഷണം നിയന്ത്രിക്കാനും, ആളുകളെ നിയന്ത്രിക്കാനും, ക്രൗഡ് മാനേജ്മെന്റ്, സ്റ്റേജ് നിയന്ത്രിക്കാനും, വേദി നിയന്ത്രിക്കാനും, അവിടുത്തെ വെള്ളം, കരണ്ട് തുടങ്ങി ഏതെല്ലാം, അവിടുത്തെ മെഡിക്കൽ, അവിടുത്തെ ആതുര ശുശ്രൂഷകൾ, എത്രയെല്ലാം സംവിധാനങ്ങൾ, ഇതൊക്കെ നോക്കി നടക്കാൻ കണ്ണുമിഴിച്ച് ഉറങ്ങാനും കഴിയാതെ ത്യാഗം ചെയ്ത് പടച്ചവന് വേണ്ടി ത്യാഗം ചെയ്യുന്നു 1 മണിക്കൂർ. അത് റമളാനിൽ കൂടിയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ലഖിയാമു റജുലിൻ ഫിസ്സഫി ഫീ സബീലില്ലാഹി അസ്സ വജല്ല സാഅ. 1 മണിക്കൂർ നേരം അല്ലാഹുവിന് വേണ്ടി, പടച്ചവന് വേണ്ടി ഒരു മനുഷ്യൻ നിൽക്കുകയാണെങ്കിൽ ആ നൃത്തം 60 വർഷം നിസ്കരിക്കാൻ നിന്നതിനേക്കാളും പ്രതിഫലമുണ്ടത്രേ. സേവനം വലിയ കൂലിയാണ്. ജനങ്ങൾക്ക് നന്മ ചെയ്യാം. അതെവിടെ അവസരമുണ്ടോ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. മൗഖിഫു സഅത്തിൻ ഫീ സബീലില്ലാഹി ഖൈറുൻ മിൻ ഖിയാമി ലൈലത്തിൽ ഖദ്രി ഇൻദൽ ഹജറിൽ അസ്വദ്. പടച്ചവനെ, മൗഖിഫു സഅത്തിൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ, അല്ലാഹുവിന്റെ വഴിയിൽ 1 മണിക്കൂർ നേരം നിങ്ങൾ ചെലവഴിക്കുന്നത് ഖൈറും മിൻ ഖിയാമി ലൈലത്തിൽ ഖദ്ർ ഇൻദൽ ഹജറിൽ അസ്വദ്. റമളാനിൽ ഉംറക്ക് പോകണം, നമുക്ക് ആഗ്രഹമാണ് അല്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. റമളാനിലെ ഉംറത്തുൻ ഫീ റമളാന തഅദിലു ഹജ്ജതൻ മഈ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്ത കൂലിയാണ് റമളാനിൽ ഒരാൾ ഉംറ ചെയ്താൽ. റമളാനിലെ ഒരു ഉംറ ഒരു ഹജ്ജിന്റെ കൂലി എന്ന് മാത്രമല്ല, ഹബീബിന്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്ത കൂലിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ശരിക്കും അറിഞ്ഞു ചോദിച്ചാലേ നടക്കും. നമ്മൾ ഇവിടുന്ന് എൻ്റെ കടം വിടാതെ ഞാൻ എവിടുന്ന് പോകാനാ മൂല്യരെ, ഞാൻ ആമ്യം പറഞ്ഞിട്ട് നടക്കൂല എന്ന് എനിക്കറിയാലോ. അങ്ങനെയൊന്നും ചിന്തിക്കണം. നടക്കും, നടന്നിരിക്കും. നിങ്ങൾ വിചാരിക്കാത്ത വഴിക്ക് അല്ലാഹു ഇത് നിങ്ങൾക്ക് നടത്തിത്തരും. ഞാനിപ്പോൾ ഇങ്ങോട്ട് പരിപാടിക്ക് വന്നത് ഷൊർണൂരിൽ നിന്ന് എൻ്റെ സുഹൃത്ത് സിദ്ദീഖാൻ്റെ കൂടെയാണ്. മൂപ്പരുടെ ഒരു മോനത്തെ വണ്ടി, സെക്കൻഡ് വണ്ടി, എന്നാലും ഞങ്ങൾ ആ വണ്ടിയിൽ ഒന്ന് യാത്ര ചെയ്യണമെന്നൊക്കെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് അതിലാണ് വന്നത്. ഒരു പോയിട്ട് പോകും. അപ്പോൾ സിദ്ദീഖ് സാഹിബ് പറയായിരുന്നു, അദ്ദേഹത്തിന് 33 34 വയസ്സ് പ്രായമുള്ളപ്പോൾ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ കൂടെ ഉംറക്ക് പോയി. അത്തിപ്പറ്റ ഉസ്താദ് അറിയാലോ. ഉസ്താദ് ഈ ഭാഗങ്ങളിലൊക്കെ ഉസ്താദിൻ്റെ മജ്ലിസുകൾ സ്ഥാപിക്കാൻ വേണ്ടിയും സ്വലാത്ത് പരിപാടികൾക്കും ദുആക്കൊക്കെ വരാറുണ്ടല്ലോ, ഉണ്ടായിരുന്നല്ലോ. അല്ലാഹുയുടെ ദറജയുടെ മഖാമിന് അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ജീവിച്ച് ദീൻ കാണിച്ചു തരുന്ന ആലിമീങ്ങൾ, നമുക്കതാണെന്ന് ആവശ്യം. പറഞ്ഞ് കാണിച്ചു തരാൻ ഒരുപാട് ആൾക്കാരെ കൊണ്ട് പറ്റും.
ജീവിച്ച് കാണിച്ചു തരിക. വാവാട് കുഞ്ഞുക്കോയ മുസ്ലിയാർ അങ്ങനെയായിരുന്നു. ദീൻ തർബിയത്ത് ചെയ്യുന്ന ആളുകൾ. ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ, നാദാപുരം മാത്രം ചേലക്കാട്, ഞങ്ങളെവിടെ ഒരു ചേലക്കാട് ഞാൻ കണ്ടുവരുന്നവർ. ഒരുപാട് ആലിമീങ്ങൾ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ, ഒരുപാട് സമസ്തയുടെ മഹാന്മാരായ ആലിമീങ്ങൾ ഒക്കെ അങ്ങനെ. അത് അള്ളാഹു നൽകിയ വലിയൊരു സൗഭാഗ്യമാണ്. വത്തിപ്പറ്റസ്ഥാൻ്റെ കൂടെ ഉംറക്ക് അദ്ദേഹം ഇപ്പോൾ വരുന്ന വഴിക്ക് അങ്ങോട്ട് ഇങ്ങനെ ഒരു കഥ പറയും, ഒരു മക്കാമിൻ്റെ ഒരു ചരിത്രങ്ങൾ പറഞ്ഞു വരുമ്പോൾ. അപ്പോൾ ഉസ്താദ് അന്ന് റമദാനിൽ ഒരു ഉംറ ചെയ്തു. അങ്ങനെ തവാഫ് കഴിഞ്ഞിട്ട് തളർന്ന് ക്ഷീണിച്ചിരിക്കുക. അപ്പോൾ തവാഫ് കഴിഞ്ഞാൽ ഒരു സംസം കുടിക്കൽ സുന്നത്തുണ്ട്, നോമ്പ് വെച്ചിട്ട് പറ്റൂലല്ലോ. ഉസ്താദ് പറഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് സഅയ് ചെയ്യാൻ പോവാ. അപ്പോൾ സിദ്ദീഖ് സാഹിബിനെ വലിയ ഇഷ്ടമാണ് ഉസ്താദിന്. ഇവരുടെ വാപ്പ അതേപോലെ ഉസ്താദിൻ്റെ വലിയ മുഹിബ്ബായിരുന്നു. ഇവരുടെ ഉസ്താദ് വന്നിരുന്നൊരു അവിടുത്തെ ഒരു വീട്ടിലെ റൂമൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് അവിടെ ഷൊർണൂരില്ല. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, മോൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഉസ്താദ് എനിക്ക് ഹജ്ജിന് വരണം, എനിക്കും ഭാര്യയ്ക്കും ഹജ്ജിന് വരണം. ഒരാൾക്ക് നല്ല പറഞ്ഞു. അന്ന് ഹജ്ജിന് വരാനുള്ള വകുപ്പൊന്നും അദ്ദേഹത്തിനില്ല. പക്ഷെ നല്ല ഹറമിൻ്റെ മുമ്പെന്നാ ചോദിക്കണത്, റമദാനിലാ ചോദിക്കണത്, ഹാബിൻ്റെ മുമ്പെന്നാ. അത്തിപ്പറ്റ ഉസ്താദാ ചോദിക്കണത്, ഉസ്താദെ എനിക്കും കുടുംബത്തിനും ഹജ്ജിന് വരാൻ, ഇനിയിപ്പോൾ 2 മാസമുള്ളൂ ഹജ്ജിന്, ഇതല്ല അടുത്ത ഹജ്ജിന് എനിക്കും കുടുംബത്തിനും ഹജ്ജിന് പോകണം, ഉസ്താദ് വരയ്ക്കെന്ന് പറഞ്ഞു. സാബറിന് അള്ളാഹിനോട് മുദ്വാരക്കാലോ, മുദ്വാ ചെയ്യാം. ചെറിയൊരു ഉസ്താദ് ദുആ ചെയ്തു. അദ്ദേഹം പറയാ, ആ പറഞ്ഞ ഹജ്ജിന് ഞാനും അവരുടെ മുമ്പിൽ വെച്ച് ചില മഖാമുകളിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ദുആഇന് വലിയ ഫലമായി, ഇൻസ്റ്റന്റ് ഉത്തരായിരിക്കും അത്. അതുകൊണ്ട് നമുക്കത് സാധ്യമാണോ, എനിക്കത് കഴിയോ? വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിന് എന്തും എങ്ങനെയും ചെയ്യാൻ കഴിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് പടച്ചവന്റെ ആ ഒരു ഖുദ്റത്തിനെ മുൻനിർത്തിയിട്ട് വേണം നമ്മൾ ചോദിക്കാൻ. നമ്മുടെ ഖുദ്റത്തിനെ നോക്കിയിട്ടല്ല, നമ്മളെ കൊണ്ടൊന്നും പറ്റൂല. നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ദഈഫീങ്ങളാണ്. പക്ഷെ അള്ളാഹു ഹുവൽ ഖാദിറുൽ മുഖ്തദിർ, എല്ലാം കഴിയുന്നവനാണ് അള്ളാഹു. പടച്ചോനത് സാധിപ്പിച്ചു കൊടുക്കും. എത്ര വല്യമ്മമാരൊക്കെ ഹജ്ജിന്, ഇവർക്ക് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ബാത്റൂമൊക്കെ നടക്കണമെങ്കിൽ കൈപിടിക്കേണ്ടി വരും. അവർ ഹജ്ജിന് പോയാൽ ഒറ്റക്ക് നടക്കണില്ലേ? അവർ എത്ര തവാഫ് ചെയ്യുന്നു, എത്ര സഅയ് ചെയ്യുന്നു, മിനായിലും അറഫയിലും മുസ്ദലിഫിലൊക്കെ നടക്കണില്ലേ? ഹജ്ജിന് കഴിഞ്ഞ് വന്ന വല്യമാരെ കാലുകൊണ്ട് വയ്യ, പോകുന്നത് വരേക്കും വല്യമാക്ക് വയ്യ. ഹജ്ജിനും ഉംറക്കും ഒരു കുഴപ്പമുണ്ടായില്ല, മാഷാ അല്ലാ, റാഹത്തിൽ ചെയ്തു. നമ്മൾ കേൾക്കാറില്ലേ? എവിടുന്ന് അത് കിട്ടണത്? ഖൽബിന്റെ ഉള്ളിൽ നീയത്ത് കിട്ടിയപ്പോൾ അള്ളാഹു ഒരു ഖുദ്റത്ത് കൊടുത്തു അവിടെ. അതാണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിക്കല്ലേ. അള്ളാഹു കഴിയുന്നവനാണ്. അള്ളാഹു നമുക്ക് റമളാനിൽ തന്നെ ഉംറ ചെയ്യാനും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യനബി തങ്ങൾ പറയാം, ഈ റമളാൻ നമുക്കതിനെ സാധ്യമാക്കണം. ഹജറുൽ അസ്വദിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ലൈലത്തുൽ ഖദറിൽ നിസ്കരിക്കുക. 27 രാവിലെ മക്കത്ത് കൂടെ മദീനത്ത് കൂടെ അതൊരു മുഅ്മിനിന്റെ സ്വപ്നമാണ്. അല്ലെ, റമളാൻ അവസാനത്തെ 10 മിനിമം 27 രാവിലെങ്കിലും ആ ഖിയാമുൽ ലൈൽ, അത് ഹജറുൽ അസ്വദിന്റെ മുമ്പ് തന്നെ നിസ്കരിക്കാൻ പറ്റിയാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ആലോചിക്കുക, റമളാനിലെ ലൈലത്തുൽ ഖദറിലെ ഹജറുൽ അസ്വദിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നതിനേക്കാളും ഖൈറാണ് അള്ളാഹു പൊരുത്തപ്പെടുന്നൊരു വഴിയിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ ഒരു രോഗിയെ സന്ദർശിക്കുന്നത്, ഒരു വീട്ടിലേക്ക് ഭക്ഷണ സാധനം എത്തിച്ചു കൊടുക്കുന്നത്, ഒരാളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നത്, പള്ളിക്കും മദ്രസക്കും വേണ്ടി ഓടി നടക്കുന്നത്, പള്ളി കമ്മിറ്റി കൂടുന്നത്, മദ്രസയ്ക്ക് വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കുന്നത്, ഇവിടുത്തെ SKSF-ന്റെ പ്രവർത്തകന്മാർ രാജ്യത്തിൻ്റെയും നാടിൻ്റെയും നന്മയ്ക്ക് വേണ്ടി ഒരു ഒത്തുചേരൽ നടത്തുന്നു. 1 മണിക്കൂർ നേരത്തെ മീറ്റിംഗ്. ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ലൈലത്തുൽ ഖദറിന്റെ രാവിൽ കഅബാലയത്തിന്റെ മുമ്പിലെ കഅബയിൽ അല്ലാഹു സ്ഥാപിച്ച സ്വർഗത്തിലെ കല്ലായ ഹജറുൽ അസ്വദിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നതിനേക്കാളും 1 മണിക്കൂർ നേരത്തിന് അല്ലാഹു കൂലി കൊടുക്കും. അത് റമളാനിൽ മാത്രമല്ല, റമളാനിലാണെങ്കിൽ അതിന്റെ പ്രതിഫലം എത്രയാണ്. അതുകൊണ്ട് റമളാനിന്റെ രാപ്പകലുകൾ ഇൻഷാ അല്ലാഹ് ഖൈറായ വഴികളിൽ നമുക്ക് അല്ലാഹു ചെലവഴിക്കാൻ തൗഫീഖ് തരട്ടെ. حرم على العين على عينين أن تنالهما النار. 2 കണ്ണുകൾക്ക് നരകം ബാധകമല്ല, നരകം അവരെ തൊടുകയില്ലെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 കണ്ണുകൾ, ആ കണ്ണുപോലെ എന്ന് പറഞ്ഞാൽ
ആ കണ്ണുള്ള മനുഷ്യ നരകത്ത് പോവില്ല എന്നാണ്. ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണ്, അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണ്. അല്ലാഹുവിനെ, ഞാൻ എങ്ങനെയാണ് റബ്ബേ ഈ പാപങ്ങളുമായി നിന്നെ കണ്ടുമുട്ടാൻ പോകുന്നത്? നീ എന്നെ വിചാരണ ചെയ്യുകയാണെങ്കിൽ നാളത്തെ എൻ്റെ ആഖിറം എന്തായിരിക്കും റബ്ബേ എന്നോർത്ത് പേടിച്ച് വിലപിക്ക് അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണ്. ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണ്. വ ഐനുൻ തഹ്റുസു ഫീ സബീലില്ലാഹ്, ജനങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി കാവൽ നിന്നുകൊണ്ട് ഉറക്കൊഴിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ, ഒരു നാടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് നടക്കുന്ന ആളുകൾക്ക് അവരുടെ കണ്ണുകളും അല്ലാഹു നരകത്തെ തൊടിയിപ്പിക്കുകയില്ലെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നാടിന് വേണ്ടി പോലീസുകാര്, പട്ടാളക്കാര്, പാറാവുകാര്, ബോർഡർ കാക്കുന്ന സോൾജിയേഴ്സ്, ഇവരൊക്കെ ഈമാനുണ്ടെങ്കിൽ ആഖിറം വരെ നീണ്ടു നിൽക്കുന്ന അമലാണിതൊക്കെ. ദുന്യാവിൽ ചെയ്യുന്ന നന്മകൾക്ക് അല്ലാഹു ദുന്യാവിൽ കൂലിയെടുക്കും. അത് മുസ്ലിമിനും അമുസ്ലിമിനും ദുന്യാവിൽ ചെയ്യുന്ന നന്മകൾക്ക് കൂലിയുണ്ട്. പക്ഷേ ഈമാനുള്ളവർക്ക് മാത്രമേ പരലോകത്ത് കൂലി ഉണ്ടാവുള്ളൂ. രണ്ട് കണ്ണുകളെ നരകം തൊടുകയില്ല. ഒന്ന് രാജ്യത്തെ കാക്കുന്ന കണ്ണുകളാണ്, മറ്റൊന്ന് അല്ലാഹുവിനെ ഭയപ്പെട്ട് പടച്ചവനെ പേടിച്ച് കരയുന്ന കണ്ണുകൾ. ഈ രണ്ട് കണ്ണുകൾക്കും നരകം നിഷിദ്ധമാണത്രേ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിനെ ഓർത്ത് കരയുക, ഇതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ മുമ്പിനെ? ഇതിന് ഒരു 50 റുപ്യ ഫീസ് ഉണ്ട്, പള്ളിയിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും നൊലിക്കൂല അല്ലേ? കരയണമൊക്കെ ശരിയാണ്, പക്ഷേ റെസീറ്റ് ഉണ്ടാവും. 100 റുപ്യ ഫീസ് കൊടുത്താലേ ഈ കരച്ചിൽ പള്ളി കമ്മിറ്റി സ്വീകരിച്ചാലേ കിട്ടുള്ളൂ. അങ്ങനെയൊന്നും അതൊന്നുമില്ലല്ലോ. നിങ്ങൾ എവിടെ നിന്ന് കരഞ്ഞാലും എപ്പോൾ കരഞ്ഞാലും അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞാൽ അതിന് കൂലിയുണ്ട്. അള്ളാഹ് കാത്ത് ഇതിനൊക്കെ അള്ളൊരു ഫീസ് ഈടാക്കുകയാണെങ്കിൽ നമ്മൾ വല്ലതും ചെയ്യുമോ? അതൊക്കെ ഫ്രീ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പറ്റണില്ല. ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ്, പടച്ചവനെ പേടിച്ച് കരയുന്ന കണ്ണുകൾ. അയ്യുക്കും ഖലഫൽ ഖാരിജ ഫീ അഹ്ലിഹി വമാലിഹി ബിഖൈരിൻ കാന ലഹു മിസ്ലു നിസ്ഫി അജ്രിൽ ഖാരിജ്. നാട് വിട്ടുന്നവര്, നമ്മുടെ വിഖായ വളണ്ടിയേഴ്സൊക്കെ വെള്ളപ്പൊക്കം വന്നപ്പോഴും പല പ്രകൃതി ദുരന്തങ്ങളുണ്ട്. ഇപ്പോൾ വയനാട്ടിലേക്ക് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് നമ്മുടെ നാട് ആലപ്പുഴ, തിരുവനന്തപുരം, അങ്ങ് കന്യാകുമാരി വരേക്കും, കാസർഗോഡ്, കർണാടകക്കുള്ളിൽ വരേക്കും നമ്മുടെ പ്രവർത്തകന്മാര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഒരുപാട് മക്കള് ഉമ്മാർക്ക് കാണാൻ കിട്ടിയിട്ടില്ല. എന്തേ? അവര് നാട് വിട്ടിറങ്ങിയതാണ്. എന്തിന്? ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ. അങ്ങനെ ഒരാൾ നാട്ടിൽ നിന്ന് പോകുമ്പോ ആ വീട്ടുകാരെ സംരക്ഷിക്കുന്ന ആളുകൾ, അത് നാട്ടുകാരുടെ ബാധ്യതയാണ്. ഒരാൾ പോയത് ഒരു നല്ല കാര്യത്തിനാണ്. അതിൽ ഒരു തവണ നിങ്ങൾ കൊടുത്തത് ദാനം ചെയ്തതിന്റെ പ്രതിഫലം, അതിൽ ഒരു തവണ നിങ്ങൾ കൊടുത്തത് ദാനം ചെയ്തതിന്റെ പ്രതിഫലമായിരിക്കും. കടം കൊടുത്താൽ തിരിച്ചു കൊടുക്കണം, അത് നമ്മുടെ ബാധ്യതയാണ്. മനുഷ്യന്മാർ തിരിച്ചു കൊടുക്കാത്തത് കൊണ്ടപ്പോൾ ആരും കടം കൊടുക്കൂല. ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പറയും. എന്തെന്നറിയോ? എടാ എൻ്റെ പൈസ എടുക്കാനായോ എന്ന് ചോദിച്ചാൽ അന്നു മുതൽ ആ പൈസ തന്ന ആള് ഇവന് ശത്രുവാ. പിന്നെ നോക്കണം, കുടുങ്ങിയ നേരത്ത് ഉപകാരം ചെയ്ത മനുഷ്യൻ നാളെ തരാന്ന് പറഞ്ഞ് പോയിട്ട് ആ നാളെ എന്ന് പറഞ്ഞത് 5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ആ പൈസ എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ മുതൽ പിന്നെ അവനെ കണ്ടാൻ മുണ്ടൂല, അവൻ്റെ മുമ്പിലേക്ക് വരൂല, അവനെ പിന്നെ നാണം കെടുത്താൻ നോക്കും. എന്തിന്? ഇയാൾക്ക് ഉപകാരം ചെയ്തതിനോ? നിനക്ക് ഉപകാരം ചെയ്തു എന്നതാണോ ഈ മനുഷ്യൻ നിന്നോട് ചെയ്ത തെറ്റ്? എന്നിട്ട് നീ തിരിച്ചു കൊടുക്കാത്തപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്ന് തെറ്റാണോ? അദ്ദേഹത്തിന്റെ അവകാശമല്ലേ? നന്ദികേടല്ലേ ഇതൊക്കെ? നമ്മൾ നന്ദികേടല്ലേ മുഅ്മിനെ? നന്ദികേടല്ലേ ഒരു ഉപകാരം? അതുകൊണ്ട് അള്ളാഹു ആ വഴികൾ നമുക്ക് അടച്ചു വെച്ചു. നമ്മൾ നന്ദി ചെയ്യാത്തത് കൊണ്ട് അള്ളാഹു ആ വഴികൾ ആരും സഹായം ചെയ്യൂല. അതുകൊണ്ട് മനുഷ്യൻ മജ്ബൂറായി വട്ടിപ്പലിശക്കും അല്ലാതിനും പോകാൻ നിർബന്ധിതമായി പോകുന്ന അവസ്ഥകൾ വരുന്നില്ലേ? എന്തേ? അള്ളാഹ് ഹലാലായ വഴികൾ തന്നപ്പോഴേ നമ്മളതിനെ കൊട്ടിയടച്ചു. നന്ദി ചെയ്യേണ്ടതിന് പകരം നമ്മൾ നന്ദി കെടുത്ത് നമ്മളൊരു കടം വാങ്ങിയതിന് ഒരു പേടിയില്ല, കൊടുത്തോനാ ഇപ്പൊ പേടി. കടം വാങ്ങിയ ഉഷാറായിട്ട് നടക്കുകയാണ്. കടം കൊടുത്തോ പഠിച്ചോനെ ചോദിച്ചാ കുറ്റം, ചോദിക്കാൻ അത് കിട്ടൂല. ഇനി എന്താ ചെയ്യുക?